ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീട് നിർമ്മിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് തടിയല്ലേ. ഇന്ന് തടിക്ക് ബദലായിട്ട് പല വസ്തുക്കളും മാർക്കറ്റിലുണ്ട്. അതായത് സ്റ്റീലിലുള്ള ഡോർസ് ഉണ്ട്, വിൻഡോസ് ഉണ്ട്, അതുപോലെ WPCയിലുള്ളതുണ്ട്. അങ്ങനെ തടിക്ക് ബദലായിട്ട് പല വസ്തുക്കളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാലും തടി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അത്തരത്തിൽ നമ്മൾ തടി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന തടികളാണ് തേക്ക്, ആഞ്ഞിലി, അതുപോലെ പ്ലാവ്. ഇവയാണ് കൂടുതലായിട്ടും ആളുകൾ വീട് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തടികൾ. അപ്പോൾ ഈ തടികൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം നീളത്തിലുള്ള, അതായത് വളവുകളൊന്നും ഇല്ലാത്ത, വളവുകൾ എല്ലാം കുറഞ്ഞ തടി നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളവുള്ള തടികളാണെങ്കിൽ നമ്മളത് മില്ലിൽ കൊടുത്ത് അറുത്ത് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് വേസ്റ്റ് പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും വലുതായിട്ടുള്ളതും പിന്നെ നീളത്തിലുമായിട്ടുള്ള തടികൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മരം മുറിച്ച ഉടനെ അത് പണി ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. അത് കുറച്ച് ദിവസം ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കണം. അതിലുള്ള ജലാംശമെല്ലാം ഉണങ്ങാനായിട്ട് കുറച്ച് ദിവസം ഇട്ടിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ പണി ചെയ്യാനായിട്ട് ആ തടി ഉപയോഗിക്കാവൂ. അല്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഈ തടി ഉണങ്ങുമ്പോഴത്തേക്കും ചുരുങ്ങാനും അതുപോലെ വളയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഈ തടിയുടെ ലൈഫ് കൂട്ടാനായിട്ട് മാക്സിമം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം പണി ചെയ്യാനായിട്ട് തടി ഉപയോഗിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കട്ടളപ്പടിയും ജനലിൻ്റെയും വാതിലിൻ്റെയൊക്കെ കട്ടളപ്പടി റെഡിയാക്കിയതിന് ശേഷം അതിലൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തണം. അതായത് ഈ ഫംഗസ് പോലുള്ളവ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെതല്, അങ്ങനത്തെ പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ തടിയുടെ ലൈഫ് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ പണികളെല്ലാം ചെയ്തതിന് ശേഷം അതിൽ ഒന്നുകിൽ പെയിൻ്റ് അടിക്കുകയോ അല്ലെങ്കിൽ പോളിഷ് ചെയ്യുകയോ ചെയ്യണം. ഇത് ആ ഡോറിൻ്റെ ആയാലും വിൻഡോസിൻ്റെ ആയാലും തടിയിൽ നിർമ്മിക്കുന്ന ഏതൊരു വസ്തുവിൻ്റെ ആയാലും ലൈഫ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പെയിൻ്റ് അടിക്കുകയോ പോളിഷ് ചെയ്യുകയോ ചെയ്യുക. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തടി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം വലിപ്പമുള്ള തടി നോക്കി സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ചെറിയ തടിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിനർത്ഥം അത് വിളവ് കുറവെന്നായിരിക്കും. എന്നാലും വിളവുള്ള ചെറിയ തടികളും ഉണ്ട്. പൊതുവേ വലിപ്പമുള്ള വൃക്ഷങ്ങൾ വിളവ് കൂടുതലായിരിക്കും. കാരണം അത്രയും വർഷം പഴക്കമുള്ള തടികളായിരിക്കുമല്ലോ. അപ്പോൾ അതനുസരിച്ച് അതിന് വണ്ണവും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പഴക്കമുള്ള വൃക്ഷങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. അത് നമ്മളെ തടിയുടെ ലൈഫ് കൂട്ടാനായിട്ട് സാധിക്കും. ചെറിയ പിഞ്ച് മരങ്ങളൊക്കെ എടുത്ത് മുറിച്ച് ഇതുപോലുള്ള പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് കുറവായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ വളയാനോ ചുരുങ്ങാനോ ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം വലിയ തടികൾ നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് തടികൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും, വീട് പണിക്ക് ആവശ്യമായ തടി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.